വസന്ത, ഇപ്പോൾ നേരത്തെ തന്നെ വസന്ത വിശദീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും വരേണ്ടതുണ്ട്. ഇന്നലെ നടത്തിയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, ഏതൊക്കെ മീറ്റിങ്ങുകളാണ് പ്രധാനമായി നടക്കുന്നത്? ഇപ്പോൾ വൈകിട്ടായിരിക്കുമോ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാകാൻ പോകുന്നത്? രതീഷ, ഈ ഔദ്യോഗിക വിശദീകരണം സംബന്ധിച്ച് യാതൊരു സൂചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി വന്ന ഒരു വിവരമാണ്. അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിന് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള, ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിദേശ മന്ത്രാലയം അത് നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഷെഡ്യൂൾഡ് ബ്രീഫിംഗ് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം എന്നുള്ളതാണ് വിദേശ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നതും. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്, പ്രതിരോധ മന്ത്രി ഇപ്പോൾ സേനാ മേധാവികളെയും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെയും കാണുന്നുണ്ട്. അത് ഇന്നലത്തെ സംഭവങ്ങളുടെ ഒരു കണക്കെടുപ്പായിരിക്കും. അതായത് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ് പ്രതിരോധ മന്ത്രി ചിലപ്പോൾ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കൂടിയാലോചനകൾ പതിവ് പോലുള്ള കൂടിയാലോചനകൾ സ്വാഭാവികമായിട്ടും ഒരു സംഘർഷ സമയത്ത്, ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഉന്നത തലങ്ങളിലുള്ള യോഗങ്ങൾ പതിവാണ്. ഇതും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ വിവരം ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഇതിലെന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ നിന്നും വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ഒരു ചൈനയുടെ ഒരു PL-15 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അത് പൊട്ടിത്തെറിക്കാത്ത അല്ലെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യാത്ത ഒരു എയർ ടു എയർ മിസൈൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ചൈനയുടെ തന്നെ JF-17 പോർ വിമാനങ്ങളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലായിരിക്കണം. അതുപോലെ തന്നെ പഞ്ചാബിലെ ഈ പറയുന്ന ഹോഷിയാർപൂരിലെ ഒരു പാടത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് പോലീസും മറ്റുമൊക്കെ ഇത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ലാഹോറിൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ HQ-9BAD എന്ന് പറയുന്ന സംവിധാനത്തെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അയച്ച മിസൈൽ അതുപോലെ തന്നെ വന്ന് പാടത്ത് വീഴുന്ന ഒരു ഡഡ് മിസൈലായിട്ട് കിടക്കുന്ന ഒരു ചിത്രം കൂടി വരുന്നത്. അപ്പോൾ ചൈന നൽകിയിട്ടുള്ള ഈ പറഞ്ഞ യുദ്ധ സാമഗ്രികൾ അല്ലെങ്കിൽ യുദ്ധ ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ പഴയതാണോ, ഉപയോഗശൂന്യമായതായിരുന്നോ എന്നൊക്കെയുള്ളത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നതാണ് ഈ വരുന്ന ദൃശ്യങ്ങൾ. ഇവയൊക്കെ ഇനി സ്വാഭാവികമായിട്ടും ഇവയെല്ലാം സൈന്യത്തിൻ്റെ കൈകളിലേക്ക് പോയി അത് എന്താണ് എന്നൊക്കെ ഉള്ളത് കണ്ട് സ്ഥിരീകരിച്ച ശേഷം മാത്രമാണ് ഇക്കാര്യത്തിലൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പോ വിശദീകരണമോ ഒക്കെ വരുന്നത്.